Good morning dear students, welcome all to our English class. Today in this class we are going to discuss the last portion of our lesson, the trip of Lehorna. The trip of Lehorna. Lehorna, that's the name of that air balloon, and it shows the thrilling experience of a balloon ride. Here who was the captain? Captain was, or the leader was Captain Jarvis. There were 5 men. They were traveling to space, and in space they were alone only with the moon. There they enjoyed many beautiful sights. Okay, so let us continue our lesson. And indeed, far ahead of us stretches a bright highway in the light of the dawning day. And indeed, far ahead of us means just in front of them stretches a bright highway. There is a bright highway in the light of the dawning day. Dawning means early morning. Yes, it looks like a river, an immense river full of islands. So in front of them they are able to see a river, and that river is full of islands. Get ready for the descent, cries the captain. So the Captain Jarvis shouted, get ready for the descent. Means they are going to descend. He makes Mr. Mallet leave his net and return to the basket. He makes Mr. Mallet leave his net. നെറ്റിൽ നിന്നും പുറത്ത് വന്നിട്ട് ബാസ്ക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറയണം. Then we packed the barometers and everything that could be injured by possible shock, and they packed everything safely. Mr. Besant exclaims, look at the mast over there to the left. We are at the sea. അപ്പോൾ ബസന്ത് എന്ത് പറഞ്ഞു? Look at the mast. മസ്റ്റ് മീൻസ് പോൾ ഓൺ എ ബോട്ട്. അത് ബോട്ടിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു പോളിനാണെന്ന് പറയാം മസ്റ്റ്. ഇത് ഈ പായ്ക്കപ്പലിനൊക്കെ അതൊക്കെ ദൂരെ നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സോ വെൻ ഹി വാച്ച്ഡ് ദിസ് മസ്റ്റ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ആർ അറ്റ് ദ സീ. കടലിന് മുകളിലാണെന്ന് മനസ്സിലായി. ഫോഗ്സ് ഹാവ് ഹിഡൻ ഇറ്റ് ഫ്രം അസ് അണ്ടിൽ ദെൻ. അപ്പോൾ ഇതുവരെയും മൂടൽ മഞ്ഞ് അവരെ ഈ ഒരു കാഴ്ചയിൽ നിന്ന് മറച്ചിട്ടുണ്ടായിരുന്നു. ദ സീ ഈസ് എവരിവെയർ ടു ദ ലെഫ്റ്റ് ആൻഡ് ഓപ്പോസിറ്റ് അസ്. ഇപ്പോൾ എവിടെ നോക്കിയാലും എന്താണ്? ദേ ആർ ഏബിൾ ടു സീ ദ സീ. കടലാണ്. ഇറ്റ് ഈസ് നെസസറി ടു ഡിസെൻഡ് വിത്തിൻ എ മിനിറ്റ് ഓർ ടു. സോ വിത്തിൻ എ മിനിറ്റ് ഓർ ടു ദേ ഹാവ് ടു ഡിസെൻഡ്. ദ റോപ്പ് ടു ദ എസ്കേപ്പ് വാൾവ് വിച്ച് ഹാസ് ബീൻ റിലീജിയസ്ലി എൻക്ലോസ്ഡ് ഇൻ എ ലിറ്റിൽ വൈറ്റ് ബാഗ്. അത് എസ്കേപ്പ് വാൽവ് എന്നുള്ള റോപ്പ്. The rope to the escape valve which has been religiously enclosed in a little white bag and placed in sight of all so that no one will touch it. ആരും ടച്ച് ചെയ്യാതെ. റിലീജിയസ്ലി മീൻസ് കെയർഫുള്ളി ഇറ്റ് വാസ് എൻക്ലോസ്ഡ് ഇൻ എ ബാഗ്. ഒരു ബാഗിൽ അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് പ്ലേസ്ഡ് ഇൻ സൈറ്റ് ഓഫ് ആൾ, എല്ലാവർക്കും കാണുന്ന വിധത്തിൽ. ബിക്കോസ് ഇറ്റ് നീഡ് ദാറ്റ് മച്ച് കെയർ. അത്രയും കെയർഫുൾ ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? ദ റോപ്പ് ടു ദ എസ്കേപ്പ് വാൽവ്. സോ ദാറ്റ് നോ വൺ വിൽ ടച്ച് ഇറ്റ്. ആരും അത് തൊടാൻ പാടില്ല. ദാറ്റ് റോപ്പ് ഈസ് അൺറോൾഡ്. അൺറോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അഴിക്കുകയാണ്, അതിൻ്റെ ഒരു കെട്ടഴിക്കുകയാണ്. ആൻഡ് മിസ്റ്റർ മാലറ്റ് ഹോൾഡ് ഇറ്റ് ഇൻ ഹിസ് ഹാൻഡ് വൈൽ ക്യാപ്റ്റൻ ജോബിസ് ലുക്സ് ഫോർ എ ഫേവറബിൾ ലാൻഡിങ്. നൗ ദേ ആർ സെർച്ചിങ് ഫോർ എ ഗുഡ് പ്ലേസ് ഫോർ ദ ലാൻഡിങ്. ലാൻഡിങ്ങിന് വേണ്ടിയിട്ടൊരു കറക്റ്റ് ഒരു പ്രോപ്പർ പ്ലേസ് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മാലറ്റ് ഹാസ് ഹോൾഡ് ദിസ് റോപ്പ്. ഈ റോപ്പ് മാലറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ബിഹൈൻഡ് us the thunder is rumbling and not a single bird follows our mad flight. ഇടി മുഴങ്ങുന്ന കേൾക്കാനുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്തൊന്നും ആരില്ല. ഈവൺ എ സിംഗിൾ ബേർഡ് ഇസ് നോട്ട് ദർ. ഒരു പക്ഷി പോലും അവരുടെ അടുത്തൊന്നുമില്ല. വി ആർ പാസിംഗ് ഓവർ എ കനാൽ. നൗ ദേ ആർ പാസിംഗ് ഓവർ എ കനാൽ. ദ ബാസ്ക്കറ്റ് ട്രെമ്പിൾസ് ആൻഡ് ട്രിപ്സ് ഓവർ സ്ലൈറ്റ്ലി. ബാസ്ക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. ദ ഗൈ റോപ്പ് ടച്ചസ് ദ ടോൾ ട്രീസ് ഓൺ ബോത്ത് ബാങ്ക്. ഗൈ റോപ്പ് മീൻസ് റോപ്പ് വിച്ച് കണക്ട് ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള റോപ്പ് അതെന്ത് ചെയ്യാൻ തുടങ്ങി? ടച്ച് ദ ടോൾ ട്രീസ് ടച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ദേ ആർ പുട്ടിങ് ദ റോപ്പ് താഴേക്ക് ഇട്ടിട്ട് ആണ് ദേ ഹാവ് ടു ജമ്പ്. അവർ ജമ്പ് ചെയ്യണം അല്ലേ? വി പാസ് വിത്ത് ഫ്രൈറ്റ്ഫുൾ റാപ്പിഡിറ്റി ഓവർ എ ലാർജ് ഫാം. അവർ കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു ഫാമിലൂടെയാണ്. ഫ്രം വിച്ച് ദ ബിവൈൽഡഡ് ചിക്കൻസ് പീജിയൻസ് ആൻഡ് ഡക്സ് ഫ്ലൈ അവേ. ബിവൈൽഡഡ് പേടിച്ചിട്ട്, ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷികളൊക്കെ പറന്നു പോകുന്നുണ്ട്. വൈൽ ദ കൗസ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് റൺ ടെറിഫൈഡ് ടുവാർഡ് ദ ഹൗസ്. ഇതൊക്കെ കാണുമ്പോൾ പശുക്കളൊക്കെ, ഫാമിൽ നിന്നുള്ള പശുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഫ്രൈറ്റൻഡ് ഓഫ് ദിസ് സൈറ്റ്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവർ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. Just one half bag of ballast is left.
one half bag of ballast. പകുതി ബാഗിൽ എന്തുണ്ട്, പകുതിയോളം ബാലസ്റ്റ് ലെഫ്റ്റ് ബാക്കിയായിട്ടുണ്ട്. ജോവിസ് എന്ത് ചെയ്തു? ജോവിസ് ത്രോ ഇറ്റ് ഓവർബോർഡ്. ജോവിസ് അത് പുറത്തേക്ക് എറിഞ്ഞു. ആൻഡ് ലേഹോർല ഫ്ലൈസ് ലൈറ്റ്ലി അക്രോസ് ദ റൂഫ്. ഇപ്പോൾ ഏകദേശം വീടുകളുടെയൊക്കെ റൂഫൊക്കെ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ദ ക്യാപ്റ്റൻ വൺസ് മോർ ക്രൈസ് ദി എസ്കേപ്പ് വാൽവ്. എസ്കേപ്പ് വാൽവ് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഒന്നുകൂടെ ഷൗട്ട് ചെയ്യാണ്. മിസ്റ്റർ മാലറ്റ് റീച്ചസ് ഫോർ ദ റോപ്പ് ആൻഡ് ഹാങ് സ്ട്രീറ്റ് ആൻഡ് വി ഡ്രോപ്പ് ലൈക്ക് ആൻ ആരോ. മിസ്റ്റർ മാലറ്റ് റീച്ചസ് ഫോർ ദ റോപ്പ്. അവൻ റോപ്പിൽ പിടി കിട്ടുകയാണ് മാലറ്റിന്. ആൻഡ് ഹി ഹാങ് സ്ട്രീറ്റ്, അതിൽ നിന്ന് തൂങ്ങിക്കിടന്നിട്ട് ആൻഡ് വി ഡ്രോപ്പ് ലൈക്ക് ആൻ ആരോ, ഒരു ആരോ പോലെ അവർ താഴോട്ട് വരികയാണ്. ഇനി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ വേണം? വിത്ത് ദ സ്ലാഷ് ഓഫ് എ നൈഫ് ദ കോഡ് വിച്ച് റീറ്റെയിൻസ് ദി ആങ്കർ ഇസ് കട്ട്. ആങ്കറിനെ ബന്ധിച്ചിട്ടുള്ള ആ ഒരു കോഡ്, ആ ഒരു ചരട് അവർ കട്ട് ചെയ്യാണ്. ആൻഡ് വി ഡ്രാഗ് ദിസ് ഗ്രാപ്പിൾ ബിഹൈൻഡ് അസ്. എന്നിട്ട് ഗ്രാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കൊളുത്ത്, ആ കൊളുത്ത് അവർ ബാക്കിലിടും. വി ഡ്രാഗ് ദിസ് ഗ്രാപ്പിൾ ബിഹൈൻഡ് അസ് ത്രൂ എ ഫീൽഡ് ഓഫ് ബീഡ്സ്. അത് കയറിലൂടെ അവർ താഴേക്ക് ചാടിയിട്ട് അതിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു കുളത്തുണ്ട് ബാക്കിൽ, അതുകൂടെ ഇട്ടിട്ട് നൗ ദേ ആർ മൂവിങ് ത്രൂ എ ഫീൽഡ് ഓഫ് ബീഡ്സ്. ഫീൽഡ് ഓഫ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ഒരു ഫീൽഡാണ്. ഹിയർ ആർ ദ ട്രീസ് ഉണ്ട്. അപ്പോൾ ട്രീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ദേ ഹാവ് ടു ബി ദാറ്റ് മച്ച് കെയർഫുൾ അല്ലേ, തലയിലൊന്നും തട്ടാതെ. ടേക്ക് കെയർ, ഹോൾഡ് ഫാസ്റ്റ്, ലുക്ക് ഔട്ട് ഫോർ യുവർ ഹെഡ്സ്. അപ്പോൾ തലയൊക്കെ സൂക്ഷിച്ചിട്ട് പോകാൻ പറയാണ് ക്യാപ്റ്റൻ ജോവിസ്. വി പാസ് ഓവർ ദം, ദെൻ എ സ്ട്രോങ് ഷോക്ക് ഷേക്സ് അസ്. ദി ആങ്കർ ഹാസ് ടേക്കൺ ഹോൾഡ്. അങ്ങനെ ആങ്കർ എവിടെയോ കുടുങ്ങിയിരിക്കുന്നുണ്ട്. ലുക്ക് ഔട്ട്, ടേക്ക് എ ഗുഡ് ഹോൾഡ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ലുക്ക് ഔട്ട് മീൻസ് ബി കെയർഫുൾ, ടേക്ക് എ ഗുഡ് ഹോൾഡ്, നന്നായി പിടിക്കുക. റേസ് യുവർ സെൽഫ് ബൈ യുവർ റിസ്റ്റ്. നിങ്ങളുടെ റിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉയരാൻ പറയാണ്. വി ആർ ഗോയിങ് ടു ടച്ച് ദ ഗ്രൗണ്ട്. നമ്മൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യാൻ പോവുകയാണ്. ദ ബാസ്ക്കറ്റ് ഡസ് ഇൻഡീഡ് സ്ട്രൈക്ക് ദി എർത്ത്, ദെൻ ഇറ്റ് ഫ്ലൈസ് അപ്പ് എഗെയിൻ. ബാസ്ക്കറ്റ് ഡസ് ഇൻഡീഡ് സ്ട്രൈക്ക് ദി എർത്ത്. ബാസ്ക്കറ്റ് ഏകദേശം ഭൂമിയിലേക്ക് എത്താറായി. ദെൻ ഇറ്റ് ഫ്ലൈസ് അപ്പ് എഗെയിൻ. പിന്നെയും കുറച്ച് ഒന്ന് തൊട്ടു എന്ന് കണ്ടപ്പോൾ എഗെയിൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. വൺസ് മോർ ഇറ്റ് ഫാൾസ് ആൻഡ് ബൗൺസ് അപ്വേർഡ് അഗെയിൻ. വീണ്ടും ഫാൾ ചെയ്ത് ബൗൺസ് ചെയ്യാൻ തുടങ്ങി. അത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ബൗൺസ് ചെയ്യാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ഇറ്റ് സെറ്റിൽസ് ഓൺ ദ ഗ്രൗണ്ട്. അവസാനം അത് ഗ്രൗണ്ടിൽ സെറ്റിൽ ചെയ്തു. വൈൽ ദ ബലൂൺ സ്ട്രഗിൾസ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. ഒരു വന്യമൃഗത്തെ പോലെ ഈ ബലൂൺ എന്ത് ചെയ്യാണ്? ഇറ്റ് സ്ട്രഗിൾസ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. Peasants run towards us, but they do not dare approach, for one cannot set foot on the ground until the bag is almost completely deflated. Peasants, അപ്പോൾ അവിടെയുള്ള കർഷകരൊക്കെ അവരുടെ അടുത്തേക്ക് വരികയാണ്. But they do not dare approach. പക്ഷേ തൊട്ടടുത്ത് എത്താനുള്ളൊരു ധൈര്യം അവർക്കില്ല. For one cannot set foot on the ground until the bag is almost completely deflated. ഈ ബാഗ് കംപ്ലീറ്റ്ലി ഡിഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുങ്ങുക, എയറൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. Then almost at the same time as the bewildered men, some of whom show their astonishment by jumping with the wild gestures or savages, all the cows that are grazing along the coast come towards us. Then almost at the same time, ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ അങ്ങനെ കൺഫ്യൂഷൻ, bewildered means yeah കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ആളുകൾ, some of whom show their astonishment by jumping, ചിലരൊക്കെ ചാടുന്നുണ്ട്. വിത്ത് ദ വൈൽഡ് ഗസ്റ്റേഴ്സ് ഓഫ് സാവേജ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ. അപ്പോൾ വന്യമൃഗങ്ങളുടെ ഒരു ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗ്യം, അവരുടെയൊക്കെ ഒരു വന്യമൃഗങ്ങൾ എങ്ങനെയാണ് പെരുമാറുക അതുപോലെയുള്ള രീതിയിലൊക്കെ അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ജമ്പിങ്. ഓൾ ദ കൗസ് ദാറ്റ് ആർ ഗ്രേസിംഗ് അലോങ് ദ കോസ്റ്റ് കം ടുവാർഡ്സ് us. പശുക്കളൊക്കെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സറൗണ്ടിങ് അവർ ബലൂൺ വിത്ത് എ സ്ട്രേഞ്ച് ആൻഡ് കോമിക്കൽ സർക്കിൾ ഓഫ് ഹോൺസ്, ബിഗ് ഐസ് ആൻഡ് ബ്ലോയിങ് നോസ്ട്രിൽസ്. അപ്പോൾ ഈ ബലൂണിനെ കണ്ടിട്ട് സറൗണ്ടിങ് അവർ ബലൂൺ, അവർ ആ ബലൂണിന് ചുറ്റും വട്ടമിട്ട് നിൽക്കാൻ തുടങ്ങി. വിത്ത് എ സ്ട്രേഞ്ച് ആൻഡ് കോമിക്കൽ സർക്കിൾ ഓഫ് ഹോൺസ്, ഒരു കോമിക്, അതായത് എന്തെങ്കിലും ഒരു തമാശയൊക്കെ കണ്ട പോലെ. വിത്ത് ദെയർ ബിഗ് ഐസ് ആൻഡ് ബ്ലോയിങ് നോസ്ട്രിൽസ്, അവർ പലതരം ഭാവവ്യത്യാസങ്ങളോട് കൂടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അക്കോമഡേറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റബിൾ ബെൽജിയൻ പെസൻസ്. അപ്പോൾ ഇവിടെയുള്ള ബെൽജിയൻ പെസൻസ് അത്രയും ഹോസ്പിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആതിഥേയത്വം. സോ ദേ കെയർ ദീസ് മെൻ വെരി മച്ച്. ഇവരെ വല്ലാതെ അത്രയും കെയർ ചെയ്തിട്ട് വി ആർ ഏബിൾ ഇൻ എ ഷോർട്ട് ടൈം, ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ, ടു പാക്ക് അപ്പ് ഓൾ അവർ മെറ്റീരിയൽസ് ആൻഡ് ക്യാരി ഇറ്റ് ടു ദ സ്റ്റേഷൻ ഓഫ് ഹേസ്റ്റ്. അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ബെൽജിയൻ പെസൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, അവരുടെ കെയറിങ്ങോട് കൂടിയിട്ട് ദേ ആർ ഏബിൾ ടു ലീവ് ഫ്രം ദർ. പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റി. വേർ അറ്റ് 20 minutes past 8. നൗ ദ ടൈം ഇസ് 8:20. വി ടേക്ക് ദ ട്രെയിൻ ഫോർ പാരീസ്. The descent occurred at 3:15 in the morning. 3:15 അവർ താഴെ ഇറങ്ങുന്നത്.
8:20 ആകുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തിട്ട് അവിടുന്ന് ലീവ് ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുകയാണ്. ബിക്കോസ് ഓഫ് ദ Belgian peasants, their caring and their hospitality. Thanks to Captain Jarvis, thanks to this brave man. Thanks. So he is saying thanks to Captain Jarvis, thanks to this brave man. We were able to see in a single night from far up in the sky the setting of the sun, the rising of the moon and the dawn of the day. Because within a single night, ഒരൊറ്റ രാത്രി കൊണ്ട് they go up into the sky. അവർക്ക് ആകാശത്തിൽ ഒരുപാട് ദൂരം പോകാൻ പറ്റി. They were able to watch the setting of the sun. സൺസെറ്റ് കാണാൻ പറ്റി. ദെൻ റൈസിങ് ഓഫ് ദ മൂൺ ആൻഡ് ദ ഡോൺ ഓഫ് ദ ഡേ, അല്ലെ, പ്രഭാതം എങ്ങനെ ഉണ്ടാവുന്ന ഇതൊക്കെ they were able to see. It is only because of this brave man, Captain Jarvis. And to go from Paris to the mouth of the Scheldt through the skies. മൗത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഏരിയ, അഴിമുഖം. അഴിമുഖം എന്നാണ് ശരിക്കുള്ള മീനിങ്, ബട്ട് ഹിയർ വി ക്യാൻ സേ ദ ഓപ്പണിംഗ് പ്ലേസ് ഓഫ് ദ ഷെൽറ്റ് ത്രൂ ദ സ്കൈ. ഷെൽറ്റ് മീൻസ് റിവർ. അപ്പോൾ റിവറിലൂടെയൊക്കെ അവർക്ക് പോകാൻ പറ്റി, റിവറിൻ്റെ മുകളിലൂടെയൊക്കെ പോകാൻ പറ്റി. So this is only because of the courage. So when we are traveling when we are having this type of travel, there should be a man who is very much brave and courageous. അത്രയും കറേജ് ഉള്ളവർക്ക് മാത്രമാണ് ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്സ് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. Okay, so this is our lesson. Thank you all for watching.